നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ പിണറായി സർക്കാർ എന്ത് പരിപാടി എവിടെ സംഘടിപ്പിച്ചാലും അത് തുടക്കത്തിലോ ഒടുക്കത്തിലോ ഒരു വിവാദം എന്നുള്ളത് സ്ഥിരമാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദ്ദേഹം നടത്തുന്ന പരിപാടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പരിപാടികൾക്ക് അതെന്തിനെ ഉദ്ദേശിച്ചുള്ള പരിപാടിയാണോ അതിനെക്കുറിച്ച് പരാമർശിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കാനോ സാധിക്കാതെ വരികയും തൻ്റെ ഫുൾ ഫിഗർ എന്നുള്ള രീതിയിലേക്ക് ഫ്ലെക്സ് അടിയൊക്കെ നടക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് പലപ്പോഴും പിണറായി സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള പരിപാടികൾക്ക് വലിയൊരു കോട്ടം സംഭവിക്കും സാഹചര്യം ഒരുങ്ങാറുള്ളത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, നമ്മുടെ മഹാനടനായിട്ടുള്ള മോഹൻലാലിന് വേണ്ടി അദ്ദേഹത്തിന് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതിന്റെ ആദരവ് എന്നോണം നമ്മുടെ പിണറായി സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിനെ ആദരിക്കുക എന്നുള്ളതായിരുന്നു ആ ചടങ്ങിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെങ്കിലും അവിടെയും സ്ഥിരം പല്ലവി, സ്ഥിരം കാഴ്ച തന്നെയായിരുന്നു എന്നുള്ളതാണ് ഏറെ ഞെട്ടിപ്പിച്ചത്. അതായത് മോഹൻലാലിന് വേണ്ടി ഒരുക്കിയ പരിപാടി ആയിരുന്നുവെങ്കിലും അവിടെ മോഹൻലാലിനേക്കാളും വലിയ രീതിയിൽ വലിയ ആകൃതിയിൽ ഉണ്ടായിരുന്നത്, വലിയ സൈസിൽ ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മന്ത്രിമാരുടെയും ഫോട്ടോകളായിരുന്നു. ഫ്ലെക്സിൽ അത്തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫോട്ടോ വച്ചിട്ടുണ്ട് എങ്കിൽ പോലും അത് സർക്കാർ നടത്തുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ പ്രതികരണം ഒക്കെ കുറവായിരുന്നു. എങ്കിൽ പോലും ഇപ്പോഴിതാ ഇവിടെ ഇതിനുള്ളിൽ നടന്നിരിക്കുന്ന ചില രാഷ്ട്രീയ കളികളെ കുറിച്ചുകൂടെ ചർച്ചയാകുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് ആ പരിപാടിക്ക് പിണറായി സർക്കാർ നൽകിയിരിക്കുന്ന ഒരു പേരാണ്. അതായത് ലാൽ സലാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പേരാണ് ഈ സർക്കാർ ഈ ഒരു പരിപാടിക്ക്, സർക്കാരിന് മോഹൻലാലിന് വേണ്ടി സർക്കാർ ഒരുക്കിയിട്ടുള്ള ഫാൽക്കെ പുരസ്കാരം നേടിയതിന്റെ ആദരവ് പരിപാടിക്ക് വേണ്ടി ഇട്ടിരുന്നത്. പക്ഷേ ആ പേരിന് പിറകിൽ വലിയൊരു രാഷ്ട്രീയമുണ്ട് എന്ന് തുറന്നടിച്ച് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് അഭിനേതാക്കളുടെ സംഘടനയുടെ, അതായത് അമ്മയുടെയൊക്കെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ജയൻ ചേർത്തല. ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിനെ ആദരിക്കുന്ന ചടങ്ങിന് മലയാളം വാനോളം ലാൽ സലാം എന്ന് പേര് നൽകിയതിനെ വിമർശിച്ചുകൊണ്ടാണ് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തല രംഗത്തെത്തിയിരിക്കുന്നത്. ലാൽ സലാം എന്ന പേരിട്ടാൽ അതിനെ പാർട്ടിയുടെ തത്വങ്ങളുമായിട്ട് ചേർന്ന് കൊണ്ടുപോകാം എന്നുള്ള അതിബുദ്ധിയാണ് ഈ പേര് കൊണ്ട് നൽകുന്നതിൽ ഉദ്ദേശിച്ചത് എന്നാണ് ജയൻ ഇപ്പോൾ വിമർശിക്കുന്നത്. CPIM ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന ജയൻ KPCCക്ക് കീഴിലുള്ള സാംസ്കാരിക സാഹിതിയിൽ ചേർന്ന ശേഷം സംസാരിക്കുകയും വിമർശിക്കുകയുമായിരുന്നു. അദ്ദേഹം പറയുന്നത് പ്രകാരം കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എവിടെ പരിപാടി നടത്തിയാലും ഏറ്റവും കൂടുതൽ ആ സ്റ്റേജിൽ കാണുന്നത് സിനിമാ നടന്മാരെയാണ്. മുൻകാലങ്ങളിൽ കലയെയും കലാകാരന്മാരെയും ചേർത്തു നിർത്തുമ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഇത്ര കൂർമ്മ ബുദ്ധിയോടെ ചിന്തിച്ചെടുക്കാൻ സാധിച്ചിരുന്നില്ല. 2014 കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വരുന്നത് തൊട്ടാണ് ഇന്ത്യയിൽ സാംസ്കാരിക കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വന്നത്. അത് നല്ലതോ ചീത്തയോ എന്ന് നിങ്ങൾ തീരുമാനിക്കണമെന്നും എന്നാൽ മനസ്സുകൊണ്ട് എനിക്ക് അതിനോട് ചേർച്ചയില്ല എന്നും ജയൻ ചേർത്തല പ്രതികരിക്കുന്നു. കേരളത്തിന്റെ സാംസ്കാരിക അവസ്ഥയെ വെച്ച് ചിന്തിച്ചു നോക്കുമ്പോൾ ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എവിടെ ഒരു പരിപാടി അവതരിപ്പിച്ചാലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് സ്റ്റേജിൽ കാണുന്നത് സിനിമാ നടന്മാരെയാണ്. അവർ അനുഷ്ഠിച്ചു വരുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുണ്ട്. ഒരു പാർട്ടിക്ക്, ഒരു പരിപാടിക്ക് പോലും ലാൽ സലാം എന്ന് പേരിട്ട് കഴിഞ്ഞാൽ ആ പ്രസ്ഥാനത്തിന്റെ തത്വവുമായി ചേർന്ന് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന അതിബുദ്ധിയോടെയാണ് അവർ സഞ്ചരിച്ച് മുന്നോട്ട് പോയത്. കേന്ദ്രവും ഇതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ കലയെയും കലാകാരന്മാരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടിക്ക് ഇത്ര കൂർമ്മ ബുദ്ധിയോടെ ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഏതാണ്ട് 2014 BJP അധികാരത്തിൽ വന്ന കാലത്താണ് ഇത്തരം ഒരു സാംസ്കാരിക കാഴ്ചപ്പാടുകൾ മാറ്റം സംഭവിച്ചതെന്നും അദ്ദേഹം പ്രതികരിച്ചു. എന്തായാലും ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കണം, തിരിച്ചറിയണം എന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പ്രസംഗം. കഴിഞ്ഞ ശനിയാഴ്ചയാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വച്ച് മലയാളം വാനോളം ലാൽ സലാം എന്ന ചടങ്ങിൽ വച്ച് നടൻ മോഹൻലാലിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊന്നാടയണിയിച്ച് ആദരിച്ചത്. മോഹൻലാൽ ഇന്ത്യൻ സിനിമാ ലോകത്തിന്റെ അധിപനായി മാറിയെന്ന് മുഖ്യമന്ത്രി ചടങ്ങിൽ പ്രസംഗിച്ചിരുന്നു. ഇന്ത്യൻ സിനിമാ രംഗത്തെ പരമോന്നത ബഹുമതിയായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം കഴിഞ്ഞ 23-നാണ് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ വെച്ച് മോഹൻലാൽ
ഏറ്റുവാങ്ങുന്നത്. ഇത്തരത്തിലൊരു പരിപാടി നടത്തുമ്പോൾ അദ്ദേഹം അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നത് ഇതൊരു സർക്കാർ പരിപാടിയാണ് എന്നുള്ളതായിരുന്നു. സർക്കാർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പ്രതിപക്ഷം കൂടെ വരേണ്ടുന്ന ഒരു സാഹചര്യമുള്ള ഒരു പരിപാടിയായിരുന്നെങ്കിൽ പോലും പ്രതിപക്ഷത്തിന്റെ ഒരു സൂചന പോലും, ഒരു തരി പോലും ആ സ്റ്റേജിന്റെ ഒരു വശത്തും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രതിപക്ഷ നേതാവടക്കം തീർച്ചയായിട്ടും ക്ഷണിച്ചു കഴിഞ്ഞാൽ വരേണ്ടുന്ന ഒരു പരിപാടിയാണെങ്കിൽ പോലും പ്രതിപക്ഷ പാർട്ടികളിലെ ഒരാൾ പോലും ആ സ്റ്റേജിലോ സ്റ്റേജിന്റെ ഏതെങ്കിലും വശത്തോ ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, അത്തരത്തിൽ സർക്കാർ ചിലവിൽ നടത്തുന്ന ഒരു പരിപാടിയാണ് എന്ന് പറഞ്ഞ് നടത്തിയ പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ, അതുപോലെ തന്നെ ഭാര്യ കമല, പിന്നെ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന് പറയുന്ന മേയർ ആര്യ രാജേന്ദ്രൻ, അവരുടെ ഭർത്താവ് സച്ചിൻ, അങ്ങനെ അവർക്ക് വേണ്ടപ്പെട്ട നേതാക്കന്മാർക്ക് വേണ്ടപ്പെട്ട എല്ലാ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പങ്കെടുത്ത ഒരു രാഷ്ട്രീയ പരിപാടി പോലെയാണ് ഈ ഒരു വേദി തോന്നിയത് എന്ന് പറയുന്നതിലും യാതൊരു തെറ്റുമില്ലാത്തൊരു സാഹചര്യമാണ്. എന്തായാലും അത് മറ്റൊരു വശത്ത് നിൽക്കുകയാണ്. പിന്നെ ഈ പറയുന്നത് പോലെ ആ പരിപാടിക്ക് നൽകിയിരിക്കുന്ന ലാൽ സലാം എന്ന് പറയുന്ന പേരാണ്. പരിപാടി നടത്തി മോഹൻലാലിന് വേണ്ടി സംസാരിക്കാൻ എത്തിയ ഓരോ മന്ത്രിമാരും ഒരു 10ൽ കൂടുതൽ തവണ ലാൽ സലാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറയുന്ന ശബ്ദത്തിന്റെ തീവ്രത കേട്ടാൽ തന്നെ മനസ്സിലാകും അത് ലാലേട്ടന് വേണ്ടിയുള്ള ഒരു ലാൽ സലാം ആയിരുന്നു, അതോ ലാൽ സലാം എന്ന് പറയുന്ന സ്വന്തം പാർട്ടിയുടെ തത്വങ്ങൾക്ക് അനുകൂലമായ ഒരു വാക്കുച്ചരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമായിരുന്നു എന്നത്. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. ഈ പറയുന്നത് പോലെ ഈ പ്രതിപക്ഷം പോലും വരാത്ത പരിപാടിയിൽ മോഹൻലാൽ അവിടെ ഇരിക്കുമ്പോൾ തന്നെ, ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ സ്റ്റേജിലേക്ക് കയറി വന്ന മറ്റൊരു വ്യക്തിയെ കുറിച്ച് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. അതായത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അദ്ദേഹത്തിന്റെ ഒരു കയറി വരുന്ന ഒരു രീതിയുണ്ട്. അതായത് ആ പരിപാടിയിലെ മുഖ്യ അതിഥികളിൽ ഒരാളാണ് പാർട്ടിയുടെ ആ നേതാവ് എന്നുള്ള രീതി. എന്തായാലും അത്തരത്തിൽ പല കാര്യങ്ങൾ വച്ച് നോക്കുമ്പോൾ ഈ പറയുന്നത് ഒരു പാർട്ടി പരിപാടി പോലെ നടത്തിയോ എന്നുള്ളൊരു സംശയം നിലവിലുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ വിമർശനങ്ങളും ഇത്തരത്തിൽ ഉയരുന്നത്. എന്തായാലും നമ്മൾ ഒരുപാട് ആദരിക്കേണ്ടുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് മനസ്സിലാക്കേണ്ടുന്ന ഒരു വ്യക്തി തന്നെയാണ് ലാലേട്ടൻ. മോഹൻലാൽ എന്ന് പറയുന്ന ആ വ്യക്തി മലയാളികളെയും മലയാളി പ്രേക്ഷകരെയും ഒന്നടങ്കം വാനോളം ഉയർത്തുന്ന ഒരാൾ തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹം തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രതിനിധി എന്നോണം മുന്നിൽ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സമയത്ത് പോലും രാഷ്ട്രീയം ഇവിടെ പ്രശ്നമായി മാറുന്നുണ്ട്. ആ പരിപാടി പോലും രാഷ്ട്രീയത്തിന് വേണ്ടി ചിലവിട്ടു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കൂട്ടരും ചേർന്നുകൊണ്ട് നടത്തുന്ന ഏതൊരു പരിപാടിക്കും ഈ പറയുന്നത് പോലെ പരിപാടിയേക്കാൾ മുൻപന്തിയിൽ സ്വന്തം എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്ന് പറയുന്നത് പോലെ സ്വന്തം മുഖമുള്ള ഫ്ലെക്സുകൾ അടിച്ച് ആളുകളെ വരുത്തി കൂട്ടുക എന്ന് മാത്രമുള്ള ഒരു ലക്ഷ്യമുള്ള സർക്കാരായി മാറുന്നു എന്ന് കൂടെ ഈ ഒരു വിഷയത്തിൽ എന്തായാലും വിമർശനങ്ങളും പരിഹാസങ്ങളും വരുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള പല പരിപാടികളിലും പരിപാടിയിലെ പ്രധാനപ്പെട്ട ആളെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സംഭവത്തെ ചെറുതായിട്ട് ഒരു പേരിന് മാത്രം വയ്ക്കുകയും സ്വന്തം തലയും മുഖവും ഒക്കെ വലിയ രീതിയിൽ ഫ്ലെക്സ് അടിക്കുകയും ചെയ്തുകൊണ്ട് തന്നെയാണ്. നമുക്കറിയാം, ഇതിനു മുമ്പ് ഏറ്റവും വലിയ പരിപാടിയായിട്ട് ഈ തൊട്ട് മുമ്പ് നടന്നിരുന്ന സർക്കാർ പരിപാടി എന്ന് പറയുന്നത് അയ്യപ്പ സംഗമമാണ്, ആഗോള അയ്യപ്പ സംഗമം. ആ ആഗോള അയ്യപ്പ സംഗമത്തിൽ എന്താണ് സംഭവിച്ചത്? നൽകിയിരിക്കുന്ന പരസ്യത്തിലെല്ലാം അയ്യപ്പന്റെ ചിത്രം ഒരു സൈഡിൽ ഒരു മൂലയിലേക്ക് മാറി നിൽക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വലിയൊരു ഫോട്ടോ ഫ്ലെക്സിലും പരസ്യങ്ങളിലൊക്കെ വരുന്നു. അതിനു മുമ്പും പലതവണ പലതരത്തിൽ ഇത്തരം പല വിഷയങ്ങളിൽ പരിപാടി അവതരിപ്പിക്കുമ്പോഴും സർക്കാർ സ്വന്തം മുഖം ഒരു ഇലക്ഷൻ സമയത്ത് നമ്മൾ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ഫ്ലെക്സ് അടിക്കുമല്ലോ, ആ ഒരു രീതിയിലാണ് ഇപ്പോൾ സർക്കാർ സ്വന്തം പരിപാടി അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പരിപാടിക്ക് ഫ്ലെക്സ് അടിക്കുന്നത് എന്നുള്ളത് വലിയ രീതിയിൽ എപ്പോഴും വിമർശനത്തിന് വിധേയമാകുന്നുണ്ട്. ഇപ്പോൾ ലാൽ സലാം എന്ന് പറയുന്ന പരിപാടിക്കും സമാന രീതിയിൽ തന്നെ വിമർശനങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുകയാണ്.